മലപ്പുറം ജില്ലയിൽ എലിപ്പനി രോഗബാധയും മരണങ്ങളും ആശങ്കാജനകമായി വർദ്ധിക്കുന്നു. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഈ മാസം മാത്രം എലിപ്പനി ബാധിച്ച് 2 പേർ മരിച്ചു. ഓഗസ്റ്റ് 6-ന് ഈഴവത്തിരുത്തി സ്വദേശിനിയായ 57-കാരിയും ഓഗസ്റ്റ് 9-ന് മഞ്ചേരി സ്വദേശിയായ 45 വയസ്സുകാരനുമാണ് രോഗം ബാധിച്ച് മരിച്ചത്. ഒരാഴ്ചക്കുള്ളിൽ മാത്രം 40 പേർ എലിപ്പനി ലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിട്ടുണ്ട്. എടവണ്ണ, മഞ്ചേരി, വെട്ടേക്കോട്, കാവന്നൂർ, തൃപ്പനച്ചി, ആനക്കയം, തൃക്കലങ്ങോട്, കൊണ്ടോട്ടി, ചോക്കാട്, ചുങ്കത്തറ, നിലമ്പൂർ, തിരുനാവായ, മാറാക്കര, മംഗലശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് രോഗബാധ പ്രധാനമായും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നവർ, ശുചീകരണ തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ അണുബാധയേൽക്കാൻ കൂടുതൽ സാധ്യതയുള്ളതിനാൽ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. പനിയോടൊപ്പം കഠിനമായ ശരീരവേദനയോ കണ്ണിൽ ചുവപ്പോ അനുഭവപ്പെട്ടാൽ ഒട്ടും വൈകാതെ ആശുപത്രിയിൽ ചികിത്സ തേടണമെന്നും സ്വയം ചികിത്സ ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. എലിപ്പനിക്ക് പുറമെ സാധാരണ പനി ബാധിതരുടെ എണ്ണത്തിലും ജില്ലയിൽ വൻ വർധനവാണുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ മാത്രം 16,634 പേരാണ് പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിലെ OP വിഭാഗത്തിൽ ചികിത്സ തേടിയത്. പ്രതിദിനം ശരാശരി 2000-ലധികം ആളുകൾ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം 2,961 പേരാണ് പനി ബാധിച്ച് വിവിധ സർക്കാർ ആശുപത്രികളിൽ എത്തിയത്. ഇതോടെ ജില്ലയിലെ താലൂക്ക്, ജില്ലാ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പനിയും അനുബന്ധ രോഗങ്ങളും തടയാൻ ശുചിത്വം പാലിക്കുന്നതിനൊപ്പം രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. കേരള വിഷൻ, മഞ്ചേരി.